നിങ്ങൾ അവന്റെ ആളാ. പോലീസ് പോലീസ് അല്ല സാറേ, മാസ്ക് ഇവിടുന്ന് ഊരിപ്പോയത്. ഞാൻ ഇപ്പം തന്നെ അവസാനിപ്പിക്കുക. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എജെ വ്ളോഗ്സ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിട്ടിലൻ ഒരു പൊളിപ്പം വീഡിയോ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ബുൾജെറ്റും പിന്നെ അരുൺ സ്മോക്കിയും റോഷൻ വ്ളോഗ്സും നമ്മൾ ഇരുട്ടിയിലെത്തും ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അവിടത്തേക്ക് പോകുന്നതാ, വണ്ടിയുണ്ട്. അപ്പോൾ നേരെ ഇരുട്ടിയിലേക്ക് പോക്കാം. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ചില ഭയങ്കര ഒരു ഇതാണ്, ഇതുവരെ കണ്ടിട്ടില്ല. ഈ ബുൾജെറ്റിനെ കാണുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇതുവരെ കണ്ടില്ല. അപ്പോൾ ഇന്ന് കാണാൻ പറ്റും തോന്നുന്നു. ഒപ്പം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയാൽ അടിപൊളി. ഓക്കെ, അപ്പോൾ അതിന് അടുത്തിട്ട് കാണണം. ഇത്രയ്ക്ക് ഉള്ളിലേക്ക് വന്നിട്ട് ഇത്രയും ഗ്രൗണ്ടിൽ വെച്ച് പരിപാടി ഇത്ര എക്സ്പെക്ട്
ഒത്തിരി ആൾക്കാർ എല്ലാവരും വലിയ താല്പര്യം മറ്റൊന്നും എക്സ്പെക്ട് ചെയ്യാതെ കൊറേ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ് അവിടെ നിന്നെല്ലാം കൊറേ ഗിഫ്റ്റ് കൊടുത്ത് അവരെ കയ്യിലൊരു വണ്ടി കണ്ടാ ആ പോയതല്ലേ യാത്ര രണ്ടാമതും പോയി വന്നു ഇത് ആകെ തൊപ്പി ഈ തൊപ്പി അറിയടാ അങ്ങോട്ട് പോലെ ആട്ടം മറ്റോ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെ വേണ്ടല്ലേ നിങ്ങൾ അവന്റെ ആളാ പോലീസ് പോലീസ് ഒന്ന് സഹകരിക്കണം അല്ല സാറേ മാസ്ക് ഇവിടുന്ന് ഊരിപ്പോയത് ഇപ്പൊ ഞാൻ ഇപ്പം തന്നെ അവസാനിപ്പിക്കുക ഞാൻ മാസ്ക് എടുത്തിട്ട് ആൾക്കാരെ ഒരാളെ അടുത്തോ കേക്ക് മാറ്റി കേക്കെടുത്ത് മാറ്റിക്കോ. കാര്യം പറഞ്ഞു അടിക്കും 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 ഉറപ്പാണ് വെറുതെ തമാശ വീട് കിട്ടണം. ഇത് ഫുള്ള് ഒരുമാതിരി പരിപാടിയായി പോയി.
ഫുള്ള് പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട്, ഫുള്ള് പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട്. പരിപാടി ഫുള്ള് ഹലോ ഗൈസ്, അന്യായ പരിപാടിയാണ്. പരിപാടി അടിപൊളിയാണ്. പക്ഷേ പരിപാടിയാണ് അന്യായ ഗൈസ് ഇതാ തോക്കെല്ലാം കൊണ്ടുവന്ന് വെടിയാക്കാനുള്ള പരിപാടിയാ തോന്നുന്നു. ഗൈസ് നമ്മളെ ചെക്കനെ തൊട്ടാല് എന്തായാലും പറയാനില്ല. ഗൈസ് പരിപാടി അപ്പോ അടിപൊളിയായിരുന്നു. ഇതാ ഇവിടെ കാണുന്നുണ്ട്. ഞാനൊരു സബ്സ്ക്രൈബറാണ്. പക്ഷെ പരിപാടിയിൽ എനിക്ക് ഒറ്റൊരു പ്രശ്നം പറയാനില്ലു, കേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് എന്റെ പ്രശ്നം. കേക്ക് കിട്ടാൻ വിഷമമുണ്ട്. പക്ഷെ സംഭവം ചെറിയ പ്രശ്നമുണ്ട്. പോലീസ് വന്നിട്ടുണ്ട്, ചെറിയ സീനാക്കുന്നുണ്ട് അവിടുത്തെ. സീനായിന പ്രശ്നമില്ല, നമ്മള് സെറ്റാക്കും. നമ്മളെ സ്വന്തം ഫുൾ സീനാണ്. പോലീസുകാർ അടിക്കാൻ വരുന്നുണ്ട്, പ്രശ്നമാണ്. അവര് പറഞ്ഞു വിടുന്നുണ്ട് പോലീസുകാര്. പരിപാടി അടിപൊളിയായിന്. പക്ഷേങ്കില് പോലീസുകാർ രണ്ട് സീനാക്കി. ഇതിനെങ്ങാട്ടും വലിയ പരിപാടി വയ്ക്കുമ്പോൾ പോലീസുകാർക്ക് ഒന്നുമില്ല. പാർട്ടി പരിപാടി മറ്റേ പരിപാടി എന്ന് പറഞ്ഞിട്ട് ആക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമില്ലല്ലോ. ഇവിടെ ചെറിയൊരു പരിപാടി ആക്കുമ്പോഴത്തേക്ക് ഒന്ന് ഒച്ചപ്പാട്. എന്തിന്റെ പ്രശ്നം? അല്ല, പാർട്ടി പരിപാടി 10,000-20,000 ആളെ പരിപാടി ആക്കുന്ന സീനില്ല. അടിച്ചിനെങ്കിൽ സീനായിട്ടേ പോകില്ലായിരുന്നു. പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. പട്ടാളം വരെ ഇറങ്ങിയിരിക്കുന്നു. അവര് പോന്നാണ് ഫുള്ള് തീരെ പവരേഷ്. അടി കൊടുക്ക അടി. പോലീസല്ല പട്ടാളം വന്നാലും നമ്മളെ പിള്ളേരെ തൊടാൻ പറ്റൂല. പോലീസ് പുറത്തോളൂ. സംഗീതിന് പുതിയൊരു ബ്ലോഗറെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് പോകാൻ കഴിയും. അപ്പൊ നമ്മൾ നേരെ അവരെ ഈ ബുൾജെറ്റിന്റെ വണ്ടീന്റെ ബാക്കിൽ തന്നെ പോകുന്ന ഫുള്ള് ബ്ലോക്ക്. എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും അവിടത്തേക്ക് തന്നെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസിന്റെ സീനായിട്ട് പോലീസുകാരൻ്റെ എല്ലാവരും അടിച്ചോടിച്ച്. അപ്പൊ നേരെ നമ്മളിപ്പോ അവരെ വയ്യത്ത് തന്നെ പോകുന്ന പുള്ളന്മാർ തേച്ചുകൊണ്ട് എല്ലാവരും വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഫുള്ള് സീനാ. പക്ഷെങ്കിൽ നമ്മളെ സംഭവം സെറ്റാണ് പരിപാടി. വിട്ടോടാ നമ്മൾ നേരെ പോകും. നമ്മൾ യാത്രക്കാരാന്ന് വിചാരിച്ചോളൂ. നമ്മൾ യാത്രക്കാരാന്ന് വിചാരിച്ചോളൂ. എന്തെങ്കിലും പറഞ്ഞോ അവരൊന്നും പറഞ്ഞോ? നമ്മളെ റോഷൻ ബ്ലോക്സ് ആണ് അതാ പോകുന്നത്. വഴിയിലായി പോയിട്ട് പോലീസും ഉണ്ട് അവിടെ തന്നെ. ഫുള്ള് സീനായിട്ടുള്ള
ബാക്കിൽ തന്നെ എല്ലാ പിള്ളമാരെല്ലാരും പോകുന്നുണ്ട്. പക്ഷെ പോലീസ് ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. സീനാവോന്ന് അറിയില്ല. അവര് തിരിച്ചു പോയിട്ടില്ല. അവര് അവിടുന്ന് വിടുന്നുണ്ട്. എല്ലാരും പിടിച്ചു വരുന്നുണ്ട്. അവര് അവിടെ വിട്ടോ. നമ്മൾ തൊട്ട് പിറകിൽ തന്നെ ഉണ്ട്. ഈ വിളിച്ചിട്ട് അങ്ങനെ നോക്കിയാൽ കാണാം. അതാ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിള്ളമാറിലുണ്ട്. എല്ലാരും മയ്യത്തരുണ്ട്. ഞങ്ങൾ തന്നെ പോകുന്നുണ്ട്. അവിടെ സൈഡ് നിർത്തിയിട്ടുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. പോലീസ് ഇതെന്തൊരു ചെറ്റ പരിപാടിയാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോലും ആവുന്നില്ല. ഗൈസ് പോലീസ് നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട്. ഗൈസ് നമ്മൾ ബാക്കിൽ തന്നെ ഉണ്ട് പോലീസ്. എല്ലാരും ബാക്കിൽ പോകുന്നുണ്ട്. ഗൈസ് നമ്മളെ വണ്ടി തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. നമ്മളെ മച്ചാന്മാരുടെ വണ്ടി തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. വിട്ടോ. ഐസപ്പ അവിടെ എന്തോ ചെറിയ സീനുണ്ട്. അവിടെ ചെറിയ സീനായി. അപ്പോൾ പോലീസെല്ലാം അവിടെ അവരെ പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് കേസാകുന്നെല്ലാം പറയുന്നുണ്ട്. ചെറിയ സീനായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഞങ്ങളുടെ അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്തിനകത്ത് മദ്യ നിരോധനമല്ല, മദ്യവർജനം ഞങ്ങൾ കൊണ്ടുവരും. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും. എന്താ ഇവർ അപ്പോൾ നമ്മളെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചെറിയ സീനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെ അവരെ ബാക്കിൽ തന്നെ പോയിട്ട് കുറേ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. സംഭവം പറയാനില്ലെന്ന് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു സംഭവം അടിപൊളി പരിപാടിയാണ്. പക്ഷെ എല്ലാം ഫ്ലോപ്പാക്കിന് പോലീസ് വന്ന് അടിച്ച് പായിച്ച. ഇവിടെ സംഭവം എന്താന്ന് വെച്ചാല് അല്ല ഞാൻ പറയാം എന്ന് വെച്ചാല് പരിപാടി വെച്ചാൽ അടിപൊളി പരിപാടിയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തന്നെ. പക്ഷെ പോലീസ് വന്നിട്ട് ചെറിയ സീനാക്കി. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പരിപാടിയിൽ അടിപൊളിയാണ്. ചെറിയ സീനും കാര്യമുണ്ട്. അവൻ സാറില്ല. എന്നാലും നല്ലതായും കാണാൻ പറ്റി. ഫോട്ടോ എടുക്കാൻ പറ്റി. വരുന്ന വഴിക്ക് മല്ലു ട്രാവലറിനെയും കണ്ട് ആടുന്നൊരു ഫോട്ടോ എടുത്ത്. പിന്നെ പോലീസുകാർ ഭയങ്കര ഒരു മോശപ്പെട്ട ഒരു ഇതേനു ബിഹേവിയനു. എല്ലാവരോടും തമ്മിൽ എല്ലാവരും വടിയെടുത്ത് അടിക്കാൻ പോക്കും അത് ഇതല്ലോ. പിന്നെ പറയാനില്ലെന്ന് വെച്ചാല് ഇപ്പോ അവർ ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് ഒരാൾ പോലും ഒരു സ്ഥലത്തുനിന്നല്ല. അങ്ങനെ പ്രശ്നമൊന്നും ആയിരിക്കും. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഭയങ്കര പോലീസും അതും ഇതെല്ലാക്കി ഭയങ്കര ഉൾട്ടേന്. അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അതാ നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം പോയി. ഫോണിലെ ചാർജും തീർന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്തിടും. അപ്പോൾ നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ. അതാ സംഗീതം ഉണ്ട്. അപ്പോൾ ബാക്കി പിള്ളേരെല്ലാം ആടിയുണ്ട്. സെറ്റ് ചെയ്യുന്നു. പാടാ എനിക്ക് പറയാനും പറയാം. ഇതെല്ലാം കട്ടിയാണ്. എന്താന്ന് വെച്ചാല് കട്ടിയൂലേ സംഭവം പറയാനില്ലെന്ന് വെച്ചാല് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ നമ്മളെ